കാർത്തികേ, അമ്മയും വീണി ഉറങ്ങിയെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഞാൻ കണ്ടതല്ലേ, രണ്ടാള് നല്ല ഉറക്കമായി. അമ്മ എന്തായാലും വെളുപ്പിന് മാത്രമേ എണീക്കൂ. അവളുടെ കാര്യമാ. അവൾ ഉണരില്ല, പെട്ടെന്ന് പങ്കുവെക്ക്. ഇതെന്താ കുറച്ച് മാത്രം? നീ അമ്മയ്ക്ക് കൊടുക്കാൻ മറക്കും. കൂടുതൽ ഭാഗം ഞാൻ വെച്ചോളാം. അത് വേണ്ട, മറവി കൂടുതൽ ഏട്ടത്തിക്കാം. ഞാൻ കൃത്യമായി കൊടുത്തോളാം. കൃത്യമായി വീതിച്ചേ. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാല് 1 മാസത്തിനപ്പുറത്തേക്ക് ജീവൻ ഉണ്ടാവില്ലല്ലേ? ദേശമംഗലത്ത് അമ്മയുടെ വിഗ്രഹം നമ്മളെടുത്ത് കളഞ്ഞു, അത് തിരിച്ചു കിട്ടി. പക്ഷെ അമ്മയുടെ ജീവൻ നമ്മളെടുത്ത് കളയാൻ നിൽക്കുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. വേണമെങ്കിൽ കിട്ടാവുന്ന സമയം മുഴുവൻ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കാം. അമ്മ മനസ്സ് നിറഞ്ഞ് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് യാത്ര കൊള്ളട്ടെ. അബദ്ധങ്ങളൊന്നും കാണിക്കണ്ട. ഇപ്പൊ എന്താണോ കാണിക്കുന്നത് അതുപോലെ അങ്ങ് കാണിച്ചാൽ മതി. 1 മാസത്തിനുള്ളിൽ അമ്മ മരിച്ച പിന്നെ സർവ്വ സമ്പാദ്യങ്ങളും നമുക്ക്. ഇളയമ്മമാരുടെ ബുദ്ധി കൊള്ളാം. നീ എന്താ ഇവിടെ? എന്തൊക്കെയാ ഇളയമ്മമാർ ഇവിടെ നിന്ന് സംസാരിച്ച്? മുത്തശ്ശിയെ കൊല്ലാൻ തീരുമാനിച്ചു അല്ലേ? എല്ലാം ഞാൻ കേട്ടു. ദേശമംഗലത്ത് അമ്മയുടെ വിഗ്രഹം എടുത്ത് കളഞ്ഞു അല്ലേ? ആരും അറിയാതെ അത് തിരിച്ചെത്തിയിട്ടും അമ്മയുടെ ശക്തി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? വേണ്ട, ഇനി എന്റെയും മുത്തശ്ശിയുടെ മുന്നില് നിങ്ങൾ അഭിനയിക്കണ്ട. പാവല്ലേ മുത്തശ്ശി? കിടക്കുന്ന കിടപ്പിലും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ആ അമ്മ പ്രാർത്ഥിക്കുന്നത്? എന്നിട്ടും ഇത്ര ക്രൂരമായി ചിന്തിക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക്? ഈ വിവരം ഞാൻ മുത്തശ്ശിയോട് ഇപ്പൊ തന്നെ പോയി പറയും. മക്കളുടെയും മരുമക്കളുടെയും ക്രൂരത എന്താണെന്ന് മുത്തശ്ശി അറിയണം. പതുക്കെ പതുക്കെ വിഷം കൊടുത്ത് മുത്തശ്ശി നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് മുത്തശ്ശി അറിയണം. നാളെ നേരം വെളുക്കുമ്പോ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ലോകം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. മുത്തശ്ശിയെ കൊല്ലാൻ ശ്രമിച്ച് നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. അയ്യോ, നഗ്ലേട്ടാ, ഇവളെല്ലാം മനസ്സിലാക്കി. ഇവളമ്മയെ കണ്ട അതോടെ എല്ലാം തീരും. ആളുകൾ നമ്മെ കൂകി വിളിക്കും, കല്ലെറിഞ്ഞ് ഓടിക്കും, അമ്മയെ കൊന്നവരെന്ന് പരിഹസിക്കും. ഇവളെ കൊല്ലേണ്ടതായിരുന്നു നമ്മുടെ തീരുമാനം. പക്ഷെ ചത്ത അടങ്ങുന്ന വാശി പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? തീർത്തേക്കണം. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? എവിടെങ്കിലും കൊണ്ട് കുടിച്ചു മൂടും. ഈ ലോകത്ത് ഒരാൾ പോലും ഇത് അറിയാൻ പാടില്ല. നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം ഇതോടെ അവസാനിച്ചെന്ന് വിചാരിച്ചാൽ മതി.